വെൽക്കം ബാക്ക് ടു ബീങ് ജൂലിയ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവാ. എല്ലാവർക്കും സർപ്രൈസ്. ഇതൊരു 6 to 7 hours ട്രാവലിംഗ് ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വെക്കേഷൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ചിത ഇവിടെ ഷൂ കെട്ടുന്നു. ഇവിടെ ഇപ്പം 4 മണിയായി. ഇവിടെ 4:30 രാവിലെ. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയാണ്. ഇന്നാണെങ്കിൽ രാവിലെ തൊട്ട് നല്ല തണുപ്പും നല്ല മഴയും. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉറക്കവും. സാധനമൊക്കെ നല്ല ഉറക്കമാണ്. എല്ലാവരും ഇന്നലെ രാത്രി 2 മണിക്ക് കിടന്നിട്ട്, അല്ല വെളുപ്പിന് 2 മണിക്ക് കിടന്ന് 3 മണിയായപ്പോൾ എണീറ്റ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ പകുതി മണിക്കൂറിലേക്ക് ഞങ്ങളിങ്ങനെ കടന്നു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല, ഇനി 4 മണിക്കൂർ. ഞങ്ങളിപ്പം കാഴ്സറുകെ ഹൗത്തിലെത്തി. ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോകട്ടെ. 1 മണിക്കൂർ തറവത്ത് കാഴ്സറുകയിൽ വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറുണ്ട്. ഭയങ്കര മഴയാണ്. മഴ പ്രതികൂലമായ സാഹചര്യമല്ല ഇന്നിപ്പം. മഴ വിത്ത് ലെഗിൻസ് ഇല്ല. അതിനും വേണം ഒരു കഴിവ്. ശരീരം തണുത്ത് വിറച്ചിരിക്കുകയാണ്. തണുപ്പുണ്ടോ സാന്ദ്ര? ഒരാളുടെ വയറൊക്കെ ഇറക്കുകയാണ്. ആരുടേത്? നിന്റെ തന്നെ. ഞങ്ങളുടെ ബാഗ് നിറച്ച് ഫുഡാ. നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു പൈസ മുടക്കി ഫുഡ് കഴിക്കില്ല. ബാഗിൽ 90% ഫുഡ്, 10% മേക്കപ്പും. കേട്ടോ, എൻ്റെ ഈ ബാഗിൽ ഫുൾ ഫുഡാ. ഞങ്ങൾ പൈസ മുടക്കാൻ ലാഭകരമായ ഞങ്ങളുടെ നീക്കമാണ്. ഇനി ഇവിടെ 1 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യണം. വാവ്, എല്ലാവരും ഈ തണുപ്പത്ത്. നല്ല മഴ. ഇത്രയും മഴ വരാറില്ല. പക്ഷെ ഇന്ന് ചേച്ചി കണ്ടോ, സ്വെറ്റർ പോലും എടുക്കാണ്ട് ഉടുപ്പിട്ട് അതിന് നമ്മള് ഓസ്കാർ കൊടുക്കും ഞങ്ങള്. അയ്യോ, അമ്പടി കള്ളി. നല്ല എല്ലാരും ഉണ്ട്. അതെ, ഞങ്ങളുടെ സാലറി ഇതുവരെയായിട്ടും കേറിയിട്ടില്ല. അത് കേറുന്നുള്ള പ്രതീക്ഷയില്ല. ഞങ്ങള് ഇന്ന് കേറുമായിരിക്കും. തണുപ്പാണ്ട് ഞങ്ങൾ കാപ്പി വാങ്ങിച്ചു. ഞാനും സാന്ദ്രയും ബാക്കിയുള്ളൊരു അയ്യോ പൈസ ഇല്ലാന്ന് പറഞ്ഞ് നിൽക്കാണ്. വായ നോക്കല്ല, PhD എടുത്ത് 2 പേര്. ഇവിടെയുള്ളവർക്ക് കപ്പിൾസിനെ കണ്ടാൽ ഭയങ്കര വീക്ക്നെസ്സാ. റോഹനും അതെ. ഉറക്കം ശരിയാവത്തുള്ളൂ. 2 പേര് മിണ്ടാണ്ടിരിക്കുകയാണ്. പാവം. ഞാൻ പറഞ്ഞൊരു കാപ്പി വാങ്ങിച്ചു കൊടുക്കുക. അത് വയ്യ. കഴിഞ്ഞൊന്നുമില്ല. എന്നെ ഉറക്കം വേണം. എന്നാ പിന്നെ സ്ലീപ്പിലേക്ക് പോകണം. എന്നാ നിങ്ങൾ ഈ ട്രിപ്പ് വന്നേ? ആശ്ലി ഈ തലയിലിട്ടേക്കണ സാധനത്തിനുള്ളിൽ അവളുടെ ഒരു പീരിയഡ് ഇത് ഉണ്ട്. അത് തന്നെ പണിതിട്ടുണ്ട്. അത് അവിടെ ചെല്ലുമ്പോ കാണുന്നതായിരിക്കും. ആശ്ലിയുടെ ഒരു ഇന്നലത്തെ ഫുൾ ഡേ. എല്ലാരും പുതിയ ഐഫോൺ വാങ്ങും. എല്ലാവരുടെ കോലം മാറും. അത് വീഡിയോയില് ട്രാൻസിഷൻ വീഡിയോ ഇട്ട് ആശ്ലി പറഞ്ഞാലും ഇങ്ങനെ നിൽക്കുന്ന പോണേ. Just number 1. Welcome to the stage. Next, Ashley Shaya. Shaya സുന്ദരിയായിട്ടുള്ളല്ലോ. Chess number 3 Sandra. Sandra Sabu. Chess number 4 ആരായിരുന്നു? അഞ്ജലി. നമ്പർ 6 ജിത. ഇതാണ് ഇപ്പോഴത്തെ ജിത. ഓക്കെ, നെക്സ്റ്റ് സർപ്രൈസ് നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഈ ട്രെയിനിലാണ് നിങ്ങൾ കാത്തിരിക്കുന്ന സർപ്രൈസ് ഉണ്ടാവാൻ പോകുന്നത്. 5 സുന്ദരികൾ, അല്ല 5 അല്ല 6 സുന്ദരികൾ, 7 സുന്ദരികൾ, 7 സുന്ദരിമാരുടെ കഥ.
അതെ, ഇപ്പം ഞങ്ങൾ സുന്ദരിമാരില്ല, പക്ഷെ അതെ കുറച്ച് നേരം ശേഷം സുന്ദരിമാരും രണ്ട് സുന്ദരന്റെ ഓപ്പോസിറ്റ്. സുന്ദരിയുടെ ഓപ്പോസിറ്റ് ഉണ്ടോ? സുന്ദരിയുടെ ഓപ്പോസിറ്റ് ഭംഗിയില്ലാത്തവര്. മൃഗല്ലേ? മൃഗം എന്ത് ചെയ്യല്ലേ? അപ്പൊ എന്തായാലും കുറച്ച് സമയങ്ങൾക്ക് ശേഷം എല്ലാവരെയും നിങ്ങൾ വേറെ രീതിയിൽ കാണാൻ പോവുകയായിരിക്കും. ഞങ്ങളെല്ലാവരും കണ്ടോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിക്കുക. ഇവിടെ എല്ലാവരും ഹെൽത്തി. ഇവിടെ എല്ലാവരും ഹെൽത്തി. അവിടെ ഇച്ചിരി ജങ്ക്, അവിടെ ഇച്ചിരി ജങ്ക്. അവിടെ എല്ലാം റാപ്പുകളാ, അവിടെ എല്ലാം റാപ്പുകാർ. അവിടുത്തെ ആൾക്കാരുടെ കഴിഞ്ഞു. അപ്പൊ ഇനി കഴിച്ചിട്ടാണ് എല്ലാവർക്കും നട്ട്സ് കൊടുത്തിട്ടുണ്ട്. റിച്ച് ആയിട്ട് ചോറും കറിയും. ഇവിടെ വന്നപ്പോ യോഗട്ട് ചോറും കറിയല്ല, ചോറും കൂട്ടാനും. മറ്റേ ഇത് വാങ്ങിക്കില്ല വീട്ടില്, പലഹാര ഐറ്റംസ് വാങ്ങിക്കില്ലേ പപ്പ? അപ്പൊ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊന്നും കഴിക്കുള്ളൂ. അതാണ് പിന്നെ ഞാനിതൊക്കെ ഞങ്ങളെ പപ്പ നല്ല സാധനം തന്ന വളർത്തിയേക്കും. സബ്സ്ക്രൈബ് ചെയ്യാം. സന്തോഷമാണ് നമ്മളിവിടെ കഴിക്കുന്നുണ്ട്. ആരും പറയും തണ്ണിമത്തങ്ങ ഒരു ദിവസം മേടിച്ചു. അവൻ പപ്പയ്ക്ക് ഭയങ്കര സന്തോഷം. അതാണ് പപ്പ. പപ്പ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ 100 ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. അങ്ങനെയല്ല ഇങ്ങനെ പോകുന്ന രണ്ടുപേർ തിരിച്ചു വരുമ്പോൾ സുന്ദരികളെ നോക്കി ആദ്യം കണ്ട ആഷ്ലിയാണോ ഇതിപ്പം? ഇപ്പൊ മതാമേ സൗദി നോക്കിയ നാളാണോ? സൗദിയെ ഇതാണ് ഡ്രസ്സാ. ജിതി ചേച്ചി ആരാന്നറിയോ നിങ്ങൾക്ക്? ഇതാണ് ജിതി ചേച്ചി. നോക്കൂ ജിതാ, ഇനി സുന്ദരിയായിട്ട് വരും. ഹായ് ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ ഇൻ ട്രെയിൻ. സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ശരിയാ. ആദ്യം നമ്മളൊരു വൈപ്സ് എടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. രാവിലെ എണീച്ചിട്ട് കഴുകിയിട്ട് മോയ്സ്ചറൈസർ ഇട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ കുറെ നേരമായി. ഇപ്പൊ തുടച്ച് കഴിയുമ്പോ ഇനി ചിതയൊക്കെ ഒരുങ്ങി വരും. നെക്സ്റ്റ് മോയ്സ്ചറൈസർ ആണ്. ഏതാണ് ഞാൻ ഉപയോഗിക്കുന്നത്? അൽബേർഡയുടെ ക്രീം ജെൽ ഹൈഡ്രേറ്റ്. ഇതെങ്ങനെയുണ്ട്? ഫ്രം DM. ആരെ റെക്കമെൻഡ് ചെയ്തത്? നിങ്ങൾക്ക് ജർമ്മനി വന്നിട്ട് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് DMന്ന് വാങ്ങേണ്ടതെന്ന് അറിയാത്തവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കിൻ ടൈപ്പും നിങ്ങളുടെ മുഖത്തുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ChatGPTയിലേക്ക് പറയാ, എനിക്ക് DMന്ന് ഒരു മോയ്സ്ചറൈസർ നല്ലതാണ്. എന്റെ ഓയിലി സ്കിന്നാണ്, അപ്പോൾ ഇത് ഒട്ടും ഓയിലി ആക്കത്തില്ല. നന്നായിട്ട് എനിക്കൊരു നല്ല എനിക്ക് ഇഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. അപ്പൊ കുറച്ച് മോയ്സ്ചറൈസർ ഉണ്ടാവും. നെക്സ്റ്റ് ലിപ് ബാം ആണ്. ഇത് ബലേന്റെ ഇന്റൻസീവ് ലിപ് ബാം ഫ്രം DM. മൈ ഓൾ എൽ, എവരി പ്രോഡക്റ്റ് ഫ്രം DM. ഇംഗ്ലീഷിൽ പറഞ്ഞ ഇപ്പൊ എല്ലാരും കേൾക്കും. മൈ ഓൾ എൽ. ഓക്കെ, കാര്യം വെയിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഇടണം. ഏതാണ് സൺസ്ക്രീൻ? ഇത് VLC D10 SPF 50 PA+++. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും കാണാൻ പറ്റുന്ന ഒരു ബ്ലോഗാണ്. ഇതൊക്കെ എല്ലാ ബോയ്സും ഇപ്പൊ സൺസ്ക്രീൻ ഇട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് ഇടാം. ഇത് DMത്തെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഏതാണ്? അൽവേർഡയുടെ തന്നെയാണ് ഷൈനി ലിപ്സ്റ്റിക്. സുന്ദരി ആടി. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കണ്ണാടി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളായിട്ട്. അടുത്തത് ലിപ്പ് ഓയിൽ ഓൾസോ ഫ്രം DM. ഇത് കുറച്ചിട്ടാൽ മതി, ഒരു തിളക്കം കിട്ടാൻ. കൊക്ക് തിന്നും ഗൈസ്. ഇനി എനിക്ക് കുറച്ച് ഐലൈനർ എഴുതണം. പിന്നെ അത്രയേ ഉള്ളൂ. ഐലൈനർ എഴുതണം, ഒരു പൊട്ട് കുത്തണം. അത് ഇപ്പം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ഓക്കെ ബൈ. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഓരോരുത്തരെയും കാണുക. കണ്ണെഴുതി സുന്ദരികളെ എല്ലാവരെയും കാണാം.
ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ചെയ്ത് നാച്ചുറൽ ലുക്കിലാണ് പോകുന്നത്. സിമ്പിളാ, സിമ്പിളാ. ശരി എന്നാ മിഥുൻ ചേട്ടൻ വേണ്ടവർ സന്ദർശിക്കുക. പുതിയ ബ്യൂട്ടി ലോഞ്ച് ഇറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളിപ്പോ കോലായിട്ടില്ല. ഞങ്ങളെ കാണാൻ കോലമില്ലല്ലോ, ലോക്കമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രീം പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലാണ് യൂറോപ്പിലെ ഏറ്റവും ബിഗസ്റ്റ് വാട്ടർഫാൾസ്. ലിഫ്റ്റിൽ പോവാ അവരുടെ. അയ്യോ എവിടെയാ നമ്മള് ജിതാ എവിടെയാ? എക്സൈറ്റഡ് ആണല്ലോ സാന്ദ്ര. എന്താ പറ്റി? സാന്ദ്ര എവിടെയാ? ഇത്രയും നേരം ഒരു കുഴപ്പമുണ്ടായില്ലേ? പൊളിയാടാ. അടിപൊളിയാണ് ഗൈസ്, അടിപൊളി. നല്ല തണുപ്പൊരു ഫീല്. എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്ക് കണ്ടിട്ട് എടുത്ത് ചാടാൻ തോന്നുന്നുണ്ട്. അതാ എടുത്ത് ചാടിയ പിന്നെ ഞങ്ങളെ കിട്ടൂലെന്നൊരു ഡൗട്ട്. അതുകൊണ്ട് മാത്രം. തണുപ്പുണ്ട്. ഞങ്ങൾ മാത്രമാണ് ഈ കുന്നെടുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ളൂ. ജർമ്മൻകാരൊക്കെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാ വന്നിരിക്കുന്നത്. അതെ. ഇവിടെ ബോട്ടിൽ കയറാൻ പോവാണ്. ഈ വെള്ളച്ചാട്ടത്തിൽ കൂടെ ഞങ്ങൾ ബോട്ടിൽ. അതെ, നല്ല വ്യൂ. ഞങ്ങൾ ഏതാനും നിമിഷത്തിനുള്ളിൽ അതിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്ത് ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ മുന്നിൽ പോയി. സൂപ്പറാടാ. നല്ല രസമുണ്ട്. പിന്നെ കണ്ട വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം തന്നെ പോയിട്ട് പോവാ. പക്ഷെ എല്ലാം സേഫ്റ്റി ഒക്കെ എല്ലാം ഒക്കെ ഉണ്ട്. പേളിമണി കയറി നിങ്ങൾ ആൾക്കാരെല്ലാവരും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ബോട്ടിലേക്ക് കയറാനുള്ള പരിപാടികളിലേക്കാണ്. എല്ലാ സൈഡും വെള്ളം. അയ്യോ, ആദ്യമായിട്ട് ഫിഷിനെ കണ്ടു. ഫിഷിനെ കണ്ട് ഞെട്ടി. എല്ലാം അങ്ങോട്ട് നീന്താൻ ശ്രമിക്കാം, പക്ഷെ ഫോഴ്സ് കാരണം ഇങ്ങോട്ട് വരുന്നുണ്ടോ? അയ്യോ, ഞാൻ നല്ല ഇത് ഫ്രഷ് വാട്ടേഴ്സാണ്. അണ്ടർഗ്രൗണ്ട് നമ്മുടെ ഉറവയൊക്കെ പോലെ. ഇത് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം.
ഫോട്ടോഷൂട്ട് ഒരുങ്ങി സൗഭ്യ സുന്ദരി, ഫോട്ടോഗ്രാഫർ അഞ്ജലി സുന്ദരി, അവിടെ ഫോട്ടോഗ്രാഫി. റൈൻഫോൾസിലേക്ക് വെൽക്കം. ജർമ്മനിയിൽ ഉള്ളവരും ഇല്ലാത്തവരും പെട്ടെന്ന് നമുക്ക് എന്താ എല്ലാവരും കൂടി ഇല്ലേന്നാണോ? ഞങ്ങളുടെ മേലധികാരിയുടെ മെയിലാണ്. ഞങ്ങൾ മേലധികാരി അറിയിക്കണേ ഞങ്ങളുടെ വെക്കേഷൻ ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയൊക്കെയാണ്. ഞങ്ങൾ ജർമ്മനിയിലില്ലേ? ഇപ്പോൾ ഞങ്ങൾ ജർമ്മനിയിലില്ലേ, ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലാണ്. ഇവിടെയല്ലേ ഈ കടയില്ലേ? ഈ കടയല്ലേ? ഈ കട, ഈ കട. അതെ, ആ ഈ കടയാ. അതാടി ഫ്രണ്ട് സൈഡ്. ചോക്ലേറ്റ് ദോശ വാങ്ങിയില്ലേ? ആ അതെ, ഈ കട ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഈ കടയിൽ നിന്നാണ് നമ്മുടെ പേളി ചേച്ചി എന്നാ വാങ്ങിയത്, എന്തോ ഞങ്ങള് പോവുകയാണ്. പുറയിൽ ഏതൊരു വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് അറിയില്ല. ജിതേ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല. ഒരു മാസത്തെ പരിചയമുള്ള വ്ളോഗേഴ്സ്. അതെ, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഞങ്ങളെ അറിയാതെ. ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് സിൽവർ ബട്ടൺ കിട്ടും, ഞങ്ങളെല്ലാം ഒരുമിച്ച് വാങ്ങാൻ പോകും. അതെ അതെ. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ബോട്ടിലോട്ടൊക്കെ കയറാൻ വേണ്ടി പോവാം. അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 10 യൂറോ, 9.11 അതാണ് റേറ്റ്. പല റേറ്റ് ഉണ്ട്. അവിടെ ഒരു മറ്റേ സ്വിറ്റ്സർലൻഡിൻ്റെ കൊടി ഒരു മുകളിലൊരു മലയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കയറണമെങ്കിൽ അവിടെ ഒരു ബോട്ടിലിറക്കും. അപ്പോൾ അതിനൊക്കെ ചെറിയ റേറ്റ് കൂടുതലാണ്. പക്ഷെ ഞങ്ങൾ അതെടുത്തില്ല. ഞങ്ങൾ ബോട്ടിൽ ജസ്റ്റ് കറങ്ങി വരുന്ന പാക്കേജ് എടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷൂളിൽ നിന്നൊക്കെ കോള് വന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകിലായിരുന്നു. അങ്ങനെ അധികം അതുകൊണ്ട് വീഡിയോ അന്നേരം എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറും. അപ്പോൾ ഇനി അന്നേരം കാണാം. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് റൈൻഫാൾ അവിടെ ഇരിച്ചിട്ടുണ്ട്. അടിപൊളിയാണല്ലോ. Minute 30 Sekunden ist das wieder am Land ist und so weiter. Ja, ich glaube auch bei das geht 4 Stunden unterwegs bist, klappt das nicht. ചാടട്ടെ. നോക്കിക്ക് അതൊക്കെ മനസ്സിലാവും. എന്റെ മോനെ
അയ്യോ ഈ എന്താണ്ട് ഈ മഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ പുറയിലോട്ട് വരും അയ്യോ പപ്പ ഇതാക്കണ്ടേ ഞങ്ങളുടെ പുറയിലോട്ട് വരും റിപ്പോർട്ടർ ക്യാമറമാൻ ഫോട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇത് കഴിഞ്ഞു. ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ, നല്ല രസമുണ്ട്, അടിപൊളി. എല്ലാവരും നനഞ്ഞ് കുളിച്ച് കുളിക്കാത്ത 5 കുളിച്ചു. അറിയാണ്ട് മറന്നതാണേ കുഴപ്പമില്ല. ബാക്കിയുള്ളവർ ഫോട്ടോ എടുക്കാണ്. അപ്പൊ ബൈ ബൈ റെയിൻഫോൾ. സാന്ദ്രയ്ക്ക് എന്തോ പറയാനുണ്ട്? ഈ വ്ളോഗറുടെ ആത്മാർത്ഥത കാണാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സ്വിച്ച് ഓഫ് ആയി പോയ ഫോൺ പവർ ബാങ്കിൽ കുത്തിയിട്ടാണ് കുട്ടി വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാനതൊന്നും പറയാറില്ല, ഇതിപ്പോ സാന്ദ്ര പറഞ്ഞാണ്. ശരി, ആ കുട്ടിയുടെ കഷ്ടപ്പാട് നിങ്ങൾ കാണണം. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നോ എന്തായാലും സൂപ്പർ ആയിരുന്നു, അടിപൊളി. ഞങ്ങൾ എല്ലാം കഴിക്കണം. ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് അടുത്ത സ്ഥലം ഞങ്ങൾ എവിടെ പോകണ്ടേ നിങ്ങൾ കമന്റ് നിങ്ങൾക്കറിയില്ലല്ലോ, കമന്റ് ഇട്ടോ, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് യൂറോപ്യൻ ബസ് ഉണ്ട്. അതെ, മറ്റേ യൂട്യൂബേഴ്സ് പോയെന്ന് തോന്നുന്നു. അതേ ബാക്കി 2 പേര് വരുന്നു. അവരെ കപ്പിൾസ് ആട്ടോ ഗൈസ്. ഇമാജിനറി കപ്പിൾസ്. അത് പട്ടി വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലഞ്ച് ടൈം ചെയ്ത മുട്ടയൊക്കെ പോയി. മുട്ട പിടിക്കണം ചെയ്ത ഫ്രൈഡ് റൈസ്, മുട്ടയ്ക്ക് വെള്ളത്തിലിടല, ബനാന, കുക്കുംബർ ഫ്രൈ, കുരുമുളക്. സ്വിറ്റ്സർലൻഡിൽ നമ്മുടെ ജിത ആ പാട്ട് നിർത്തിയോ? ആ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് വേണ്ട. ജിതയുടെ സ്പെഷ്യൽ ഇപ്പൊ കാണിച്ചു തരാം. അവനെ എന്റെ കർത്താവേ സാക്ഷികളാണല്ലോ. ഭ്രാന്താ ഇവനൊക്കെ, ഭ്രാന്ത്. മുടി കണ്ടോ നീ? ഭ്രാന്തന്മാര്. മാത്യൂസപ്പാപ്പിന് ഞങ്ങള് വേണം മറുപടി കൊടുക്കാൻ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ റൈൻ ഫാൾസിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ആ ലൊക്കേഷനിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങളുടെ ജർമ്മൻ ടിക്കറ്റ് വെച്ച് പോകാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ അവസാനമായിട്ട് ഞങ്ങളുടെ റൈൻ ഫാളിലൊരു ബൈ ബൈ. ആഷ്ലിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വ്യൂവേഴ്സിനോട്? എനിക്ക് പറയാനുള്ളത് നന്ദി മാത്രമാണ്. ഇവിടെ വരണോ? നല്ലതാണോ? ഉറപ്പായിട്ട് പറഞ്ഞു. നമ്മൾ എല്ലാ കൺട്രിയിലും നമ്മൾ ജസ്റ്റ് കായങ്ങൾ കുത്തിയിരിക്കണം. ഞങ്ങൾ ജസ്റ്റ് കാല് കുത്തിയിട്ടുള്ളൂ. ഒരു ബോർഡറിന്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാലും കണ്ടു സ്വിറ്റ്സർലൻഡിൽ എത്തിയില്ലേ? അതുപോലെ ബോർഡർ ആണെങ്കിലും നടുക്കാണ് എന്താണെങ്കിലും ഇല്ല. ഇതൊന്നും വരത്തില്ലല്ലോ. ഇതൊക്കെ വരും. ഇല്ല, ഇതൊക്കെ ഇതുണ്ട്. കട്ട് ചെയ്തു. പക്ഷേ ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഞാൻ നമ്മളന്നുള്ള ആദ്യത്തെ ആ വ്ലോഗ് ഞാൻ കട്ട് ചെയ്തോ? ഇല്ല. എല്ലാ തീട്ടങ്ങളും
ആഷ്ലിയുടെ ഹെയർ ഒക്കെ കണ്ടോ നിങ്ങള്? ചെയ്തു ആഷ്ലി ക്രീം വെച്ച് ഞാൻ പറഞ്ഞ് കുറെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്തതാണ്. ഇവിടെ എന്നോട് കണ്ടപ്പോൾ തൊട്ട് പറയും ഇവിടെ സ്ട്രേറ്റ് ഒക്കെ ചെയ്തിട്ട് ഓ എന്റെ മുടി നല്ലല്ലേ സ്ട്രെയിറ്റ്. മതി. ശരി ബൈ ബൈ ബൈ. ഇതിലാകുമ്പോൾ കാണാം. അടുത്ത എപ്പിസോഡ് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതൊരു എല്ലാവർക്കും ബൈ. ചീസ് ഫ്രം ജൂലിയ, ബിഗ് ജൂലിയ.